മക്കളെ, നമുക്കിന്ന് ഈ കഹാനി പറയാം. ഹാച്ചി കി കഹാനി ഫുള്ള് മലയാളത്തിൽ പറയാം. 1923 നടന്ന സംഭവമാണ്. ജപ്പാനിൽ ഉണ്ടായൊരു സംഭവമാണിത്. ടോക്കിയോ എന്ന സ്ഥലത്ത് റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഫസർ യുഎനോ. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു പട്ടിക്കുട്ടിയെ ലഭിക്കുന്നു. ആ പട്ടിക്കുട്ടിയുടെ പേരാണ് ഹാച്ചി. അതിൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റിൽ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹാച്ചി എന്നാണ് എഴുതിയിരുന്നത്. ഹാച്ചി എന്നാൽ ഭാഗ്യ നമ്പറാണ്. ജപ്പാനിലെ ഭാഗ്യ നമ്പർ, എല്ലാവരും ഭാഗ്യ നമ്പറായിട്ട് കരുതുന്നതാണ് ഹാച്ചി. ഹാച്ചി എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. 8 എന്ന അക്കം ഭാഗ്യ നമ്പറായിട്ടാണ് അവിടെയുള്ളവരെല്ലാവരും കരുതി പോരുന്നത്. പക്ഷേ നമ്മുടെ ഹാച്ചിക്ക് അത് ഒരു ഭാഗ്യമായിരുന്നില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ നമ്പർ ഭാഗ്യമാണോ എന്ന് തോന്നും. അതായത് ഭാഗ്യഹീനയായിരുന്നു ഹാച്ചി എന്നാണ് പറഞ്ഞത്. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തെ ഹാച്ചിയെ ആരോ അവിടെ ഉപേക്ഷിച്ച് പോയതാണ്. അതിനെ ആർക്ക് കിട്ടുന്നു? പ്രൊഫസറിന് കിട്ടുന്നു. അങ്ങനെ പ്രൊഫസർ എന്ത് ചെയ്യുന്നു? പ്രൊഫസർ യുഎനോക്ക് ആ ഹാച്ചിയെ കിട്ടുകയും അദ്ദേഹം ആ ഹാച്ചിയെയും കൊണ്ട് അതിൻ്റെ യജമാനെ തേടി കുറേ ദിവസം നടക്കും. ഹാച്ചിയെ എടുക്കും. എന്നിട്ട് എല്ലാ ദിവസങ്ങളും രാവിലെ ആകുന്ന സമയത്ത് അവർ യജമാനെ തിരഞ്ഞു പോകും. പക്ഷേ അങ്ങനെ ഒരാളെ, ഹാച്ചിയുടെ യജമാനനായിട്ട് അങ്ങനെ ഒരാളെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം ഹാച്ചിയെ നമ്മുടെ പ്രൊഫസർ തന്നെ ഏറ്റെടുക്കുകയാണ്. പ്രൊഫസർ അതിനെ അതുപോലെ തന്നെ ഹാച്ചി പ്രൊഫസറിനെ തൻ്റെ യജമാനായിട്ട് അംഗീകരിച്ചു. ആ രണ്ടുപേരും എല്ലാ ദിവസവും രാവിലെ അങ്ങനെ നടന്നു പോവുമല്ലോ. പ്രൊഫസറിന് യജമാനനെ, ഈ ഹാച്ചിൻ്റെ യജമാനൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെയുള്ള അവരുടെ എന്നുമുള്ള ആ യാത്രയിൽ അവർ തമ്മിൽ ഫ്രണ്ട്സാകുന്നു. അങ്ങനെ ഹാച്ചിയുടെ യജമാനനായിട്ട് പ്രൊഫസർ മാറുന്നു. ഹാച്ചിയും പ്രൊഫസറും തമ്മിൽ നല്ല സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ഹാച്ചിയെ ഇഷ്ടമായിരുന്നില്ല, അതിനോട് ദേഷ്യമായിരുന്നു. പക്ഷേ ഹാച്ചിയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ പ്രൊഫസറിനോടുള്ള അതിൻ്റെ സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് അതിനോട് സഹതാപം തോന്നി. ഹാച്ചി അവരുടെ കൂടെ വളരെയധികം സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞു പോരുകയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രൊഫസർ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഹാച്ചിയോട് യാത്ര പറഞ്ഞ് പോവും. പക്ഷേ ഒരു ദിവസം ഹാച്ചി എന്ത് ചെയ്തു? പ്രൊഫസറിൻ്റെ പിന്നാലെ ഹാച്ചിയും പോകും. ഹാച്ചിയെ നിർബന്ധിച്ച് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കിയതിന് ശേഷം അന്ന് വൈകിയാണ് പ്രൊഫസർ ഓഫീസിലെത്തിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹാച്ചി ആ പരിപാടി തുടർന്നു. എന്ത്? നമ്മുടെ പ്രൊഫസർ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേഷൻ വരെ പോകും. അദ്ദേഹത്തിന് യാത്രയാക്കിയതിന് ശേഷം തിരിച്ചു വരികയും വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം വരുന്ന സമയമാകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അവിടെ വരവേൽക്കാൻ വേണ്ടി അവിടെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ഹാച്ചി ആ ഒരു ദിനചര്യ തുടർന്നു കൊണ്ടേയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഒരു ദിവസം ഹാച്ചി പ്രൊഫസറിനെ യാത്രയാക്കിയതാണ്. വൈകുന്നേരം പ്രൊഫസറിനെ വരവേൽക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പ്രതീക്ഷയോടെ ഇരുന്നു. പക്ഷേ അന്ന് പ്രൊഫസർ വൈകുന്നേരം തിരിച്ചെത്തിയില്ല. വരും എന്ന പ്രതീക്ഷയോടെ തന്നെ ഹാച്ചി അവിടെ ഇരിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് പ്രൊഫസർ ഓഫീസിൽ വെച്ച് മരണമടഞ്ഞതായിരുന്നു. ഇതൊന്നും അറിയാതെ ഹാച്ചി അദ്ദേഹത്തിനെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. രാത്രി കുറേ വൈകിയതിന് ശേഷവും പ്രൊഫസർ എത്തുന്നില്ല. രാത്രി കുറേ വൈകിയതിന് ശേഷം പിന്നീട് ഹാച്ചിയെ പ്രൊഫസറിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്നിട്ട് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഹാച്ചി അവിടെയും ഇരിക്കുന്നില്ല. ഹാച്ചി അവിടെ നിന്ന് ഓടി വന്നിട്ട് വീണ്ടും പ്രൊഫസർ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയാണ്.
പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം പ്രൊഫസറിൻ്റെ ഭാര്യ വീടൊക്കെ വിറ്റ് വേറെ പട്ടണത്തിലേക്ക് പോകുന്നു. ആ സമയത്തും ഹാച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഹാച്ചി കൂടെ ചെല്ലുന്നില്ല. ഹാച്ചി അവിടെ നിന്ന് ഓടി വന്നിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറെയും കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം 9 വർഷവും 9 മാസവും ഹാച്ചി പ്രതീക്ഷയോടെ പ്രൊഫസറെയും കാത്ത് ഇരുന്നു. പക്ഷേ പ്രൊഫസർ എത്തിയതേയില്ല. എങ്കിലും ഹാച്ചി പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഹാച്ചി മരണമടഞ്ഞു. വൃദ്ധനായി ഹാച്ചി. കുറേ വർഷങ്ങൾ അങ്ങനെ പ്രതീക്ഷയോടെ ഇരുന്നിരുന്ന് ഹാച്ചി വൃദ്ധനായി. ഹാച്ചി അവിടെയുള്ള ആളുകൾക്കൊക്കെ പരിചയമായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലുള്ള. അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം ഹാച്ചിക്ക് ഭക്ഷണങ്ങൾ നൽകാൻ തുടങ്ങി. ഹാച്ചി അവിടെ തന്നെയായി. ഹാച്ചിയുടെ ജീവിതം. ഉറങ്ങാൻ വേണ്ടി മാത്രം അവൾ അവിടെ നിന്ന് മാറി പുൽത്തകിടിയിലേക്ക് പോകും, ഉറങ്ങും. രാത്രി കുറേ വൈകിയതിന് ശേഷം അത്രയും സമയം വരെ പ്രൊഫസറെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ 1935 ആ സമയത്ത് ഹാച്ചി അതിൻ്റെ ജീവൻ മരണമടയുകയാണ്. ദം തോട് ദിയ, അതിൻ്റെ ശ്വാസം നിലച്ചു പോവുകയാണ്. 9 വർഷവും 9 മാസവും പ്രൊഫസറെയും പ്രതീക്ഷിച്ചിരുന്ന ഹാച്ചി മരണമടഞ്ഞിട്ട് പോലും അതിൻ്റെ കണ്ണുകൾ അപ്പോഴും പ്രതീക്ഷയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. മരണമടഞ്ഞിട്ട് പോലും അതിൻ്റെ കണ്ണുകളിങ്ങനെ പ്രതീക്ഷയുള്ള കണ്ണുകളായിരുന്നു അപ്പോഴും. ആരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കണ്ണാണ്? പ്രൊഫസറെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കണ്ണുകളോടെയാണ് ഹാച്ചി മരണമടഞ്ഞത് എന്നാണ് പറഞ്ഞത്. വളരെ മനോഹരമായൊരു കഥയാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് വിശദമായിട്ട് എല്ലാ മീനിങ്ങും പറഞ്ഞുകൊണ്ട് തന്നെ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ക്ലാസ് ഉണ്ട്. അതുകൂടെ എല്ലാവരും കാണണം. ഇത് ഷോർട്ടായിട്ട് എന്താണ് കഥ എന്നൊരു സമ്മറിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതും നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ക്ലാസ് കൂടെ ചെയ്തിട്ടുണ്ട്, എല്ലാ മീനിങ്ങും പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സും കൂടെ കാണുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഫുൾ മീനിങ് വരുന്നൊരു വീഡിയോ ഉണ്ടായിരിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ.